بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أبي عبد الله حذيفة بن اليمان رضي الله عنهما قال حذيفة بن اليمان رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹാബി പറയാണ്, صليت مع النبي صلى الله عليه وسلم ذات ليلة فافتتح البقرة. ഒരു രാത്രി ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു. ഖിയാമുൽ ലൈൽ. റസൂല് സൂറത്തുൽ ബഖറ ആരംഭിച്ചു. ഫഖുൽതു യർകഉ ഇൻദൽ മിഅതി ثم മള. ഞാനിങ്ങനെ വിചാരിച്ചു, മനസ്സിൽ 100 ആയത്ത് ഓതിയിട്ട് റസൂൽ റുക്കൂ ചെയ്യുമെന്ന് വിചാരിച്ചു. ثم മള. 100 കഴിഞ്ഞ് പിന്നെയും റസൂൽ തുടർന്നു. ഫഖുൽതു യുസല്ലി ബിഹാ ഫി റകഅത്തിൻ. അപ്പം ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബഖറ ഒരു റക്അത്തിൽ പൂർണ്ണമായിട്ടും ഓതും. ഫമള. പക്ഷെ ബഖറയും കഴിഞ്ഞു. ഫഖുൽതു യർകഉ ബിഹാ. ബഖറ തീർന്ന് റുക്കൂ ചെയ്യുമെന്ന്. ثم افتتح النساء فقرأها. പക്ഷെ റസൂൽ നിർത്തിയില്ല. ബഖറ കഴിഞ്ഞ് സൂറത്തുൻ നിസാ തുടങ്ങി. ثم افتتح آل عمران فقرأها. നിസാവും കഴിഞ്ഞ് പിന്നെ ആലി ഇമ്രാൻ തുടങ്ങി. യഖറഉ മുതറസ്സിലൻ. റസൂൽ ഓരോ ആയത്തും നിർത്തിയിട്ടാണ് ഓതുന്നത്, സ്പീഡില്ല. ഓരോ ആയത്തും നിർത്തി സവകാശം ഓതാണ്. ഇദാ മർറ ബിആയത്തിൻ ഫീഹാ തസ്ബീഹുൻ സബ്ബഹ. ഓതുന്നിടയിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആയത്തുകളാണെങ്കിൽ റസൂൽ അവിടെ നിർത്തി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യും. വഇദാ മർറ ബിസുആലിൻ സഅല. ഇനി ദുആന്റെ ആയത്തുകൾ, അള്ളാഹുവിനോട് ചോദിക്കുന്ന ആയത്തുകൾ കടന്നുപോയാൽ അവിടെ ആയത്ത് നിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. വഇദാ മർറ ബിതഅവ്വുദിൻ തഅവ്വദ. അള്ളാഹുവിനോട് കാവൽ തേടുന്ന ആയത്തുകൾ കടന്നുപോയാൽ ഓത്ത് നിർത്തിയിട്ട് അള്ളാഹുവിനോട് കാവൽ തേടും ആ കാര്യത്തിൽ നിന്നും. സുമ്മ റകഅ ഫജഅല. ഈ പറയപ്പെട്ട കാര്യം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിൽ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഇപ്പോൾ സ്വർഗത്തിനെ പറ്റിയുള്ള ഇങ്ങനെ ആയത്തുകൾ, അപ്പം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക. ഇപ്പോൾ നരകത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്ന് ദുആ ചെയ്യൽ മശ്റൂആണ്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചു, അത് ഖിയാമുൽ ലൈൽ സുന്നത്ത് നിസ്കാരത്തിലാണ് റസൂൽ അത് ചെയ്തത്. ഫർള് നിസ്കാരത്തിൽ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പം സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഖിയാമുൽ ലൈലിൽ ഖുർആൻ ഓതുന്ന സമയത്ത് ആയത്തുകൾ വന്നാൽ അവിടെ നിർത്തി ദുആ ചെയ്യാവുന്നതാണ്. അന്ന് റസൂൽ ഈ 3 സൂറത്ത് ഓതി. സുമ്മ റകഅ ഫജഅല യഖൂൽ സുബ്ഹാന റബ്ബിയൽ അദീം. പിന്നെ റുകൂ ചെയ്ത് അതിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലി. ഫകാന റുകൂഉഹു നഹ്വൻ മിൻ ഖിയാമിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂ ഏകദേശം ആ നൃത്തത്തിൻ്റെ അതേ ദൈർഘ്യമുണ്ടായിരുന്നു. അപ്പം സൂറത്ത് ബഖറ, നിസാ, ആല ഇമ്രാൻ ഈ 3 സൂറത്ത് ഓതിയിട്ടാണ് നിന്നത്. ഏകദേശം ആ ഒരു ദൈർഘ്യം റുകൂഇനും ഉണ്ടായിരുന്നു. ثم قال سمع الله لمن حمد ربنا لك الحمد. പിന്നീട് ഇഅ്തിദാലിലേക്ക് വന്നു. റബ്ബനാ ലക്കൽ ഹംദ് ദുആ പറഞ്ഞു. ثم قام قياما طويلا قريبا مما ركع. പിന്നെ ഏകദേശം റുകൂഇനോട് എത്തുന്ന ആ ദൈർഘ്യത്തിൽ റസൂൽ ഖിയാമിൽ നിന്നു, ഇഅ്തിദാലിലും നിന്നു. ثم سجد. പിന്നീട് സുജൂദ് ചെയ്തു. فقال سبحان ربي الأعلى فكان سجوده قريبا من قيامه. ആ റസൂലിൻ്റെ സുജൂദിലെ ദൈർഘ്യം ഏകദേശം ഇഅ്തിദാലിൻ്റെ ദൈർഘ്യത്തോട് അടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പം ഖിയാം ഏറ്റവും നീളം കൂടിയത്, അതിനുശേഷം റുക്കൂ, അതിന് കുറച്ച് കുറവ് ഇഅ്തിദാൽ, അതിന് കുറച്ച് കുറവ് സുജൂദ്. അങ്ങനെയാണ് റസൂലിൻ്റെ നിസ്കാരത്തിൻ്റെ രീതി. റവാഹു മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈർഘ്യമായി നിസ്കരിച്ചിരുന്നു. ബാബുൽ മുജാഹദയിൽ നമ്മളുള്ളത് പ്രയത്നിക്കുക, പരിശ്രമിക്കുക. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈല. നേരത്തെ ഹുദൈഫത്ത് ബിൻ യമാൻ, ഇത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് സഹാബി പറയാണ്,
ഒരു രാത്രി ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു. ഫഅതാലൽ ഖിയാം, റസൂൽ ആ നൃത്തം ദീർഘിപ്പിച്ചു, കുറേ ദീർഘിപ്പിച്ചു. ഹത്താ ഹമംതു ബി അംരി സൂഇൻ, അപ്പോൾ ഞാനൊരു മോശമായ ഒരു കാര്യം ചിന്തിച്ചു പോയി. സഹാബാക്കൾ ചോദിച്ചു, ഒമാ ഹമംത ബിഹി, താങ്കൾ എന്താണ് വിചാരിച്ചത് മോശമായിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹമംതു അൻ അജ്ലിസ വ അദഅഹു, ഞാൻ റസൂലിൻ്റെ ഇമാം പിറകിൽ മഅ്മൂമായിട്ടാണല്ലോ, ഞാൻ ഇരുന്നിട്ട് റസൂലിനെ ഇമാമത്ത് ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് വേഗം സലാം പൊട്ടി പോയാലോ എന്ന് ആലോചിച്ചു. അതാണ് വലിയ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അത്രയും ദീർഘമായിട്ട് റസൂൽ എന്ത് ചെയ്തു? നിസ്കരിക്കുമായിരുന്നു. റസൂൽ അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? കഴിയുന്ന പരമാവധി ദീർഘമായിട്ട് ഖിയാമുൽ ലൈലിൽ നിസ്കരിക്കണം, രാത്രി നിസ്കരിക്കണം. അതുമാത്രമല്ല, മറ്റുള്ള ഇബാദത്തുകളിൽ നമ്മുടെ സമയം ചിലവഴിക്കണം. ഫുള്ള് ദുനിയാവിൻ്റെ പിറകെയല്ല സമയം ചിലവഴിക്കേണ്ടത്, ആഖിറത്തിനേക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക. ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസാണ്. അത് പറയാണ്, യാ ഇബാദി തഫറഗ് ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറി നിൽക്കണം. ഫറഗ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക, ഒരു കാര്യം ചെയ്ത് തീർത്ത് മാറി നിൽക്കുക. എൻ്റെ ഇബാദത്തിന് വേണ്ടി നിങ്ങൾ മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന്, മലഅതു സദ്റക ഗിന, നിന്റെ മനസ്സ് ഐശ്വര്യം കൊണ്ട്, സമാധാനം കൊണ്ട് ഞാൻ നിറക്കും. അതുപോലെ തന്നെ വ അസുദ്ദു ഫഖറക്, നിന്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതാക്കി തരും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദുനിയാവിൻ്റെ പുറകെ പായുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു ചെയ്തു തരും. നമ്മുടെ മനസ്സിന് ഐശ്വര്യം തരും, രണ്ട്, ദാരിദ്ര്യം ഇല്ലാതാക്കും. ഇനി വ ഇല്ലാ തഫ്അൽ, അങ്ങനെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി മാറി നിന്നിട്ടില്ലെങ്കിൽ, ഇബാദത്തിന് വേണ്ടി മാറി നിന്നിട്ടില്ലെങ്കിൽ രണ്ട് താക്കീതാണ് അള്ളാഹ് നൽകിയത്. ഒന്ന്, മലഅതു യദൈക ശുഗ്ല, നിന്റെ രണ്ട് കരങ്ങളും ജോലിഭാരം കൊണ്ട് ഞാൻ നിറക്കും. ഒന്നിരിക്കാൻ പോലും സമയം കിട്ടൂല. ഇങ്ങനെ നായിനോടിക്കുന്ന പോലെ അള്ളാഹു എന്ത് ചെയ്യും? ദുനിയാവിൻ്റെ പിറകെ ഓടിക്കും. ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും തന്നിട്ട് ഓടിക്കും, സമാധാനം തരൂല. രണ്ട്, വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യം നീങ്ങുകയുമില്ല. എത്ര ഓടിയാലും പിന്നെയും ബാക്കിയാണ്. ദാരിദ്ര്യം, പ്രശ്നങ്ങളും, പട്ടിണിയും, ഇതന്നെയായിരിക്കും. ഈ രണ്ട് താക്കീതും രണ്ട് വാഗ്ദാനവും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി മാറി നിന്ന. അപ്പം നമ്മൾ കുറച്ച് സമയം എന്ത് ചെയ്യണം? എപ്പോഴും ദീനിന് വേണ്ടി കൊടുക്കണം, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് ഈ രണ്ട് ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി അധികവും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലും ഖിയാമിലുമായിരുന്നു ചിലവഴിച്ചത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.